ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു കനാലും ഒരു കാണാനായിട്ട് കുറച്ച് ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവർ വന്നേ പിന്നെ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ ഇവർ വന്നതിന് ശേഷം ഇവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരുവിധ സ്ഥലമൊക്കെ ഇവർ ചുമ്മാ ഇങ്ങനെ നടന്നു പോകുന്നിടത്തൊക്കെ ഇവർ പോയതാണ്. ഈ സ്ഥലം അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവരെ കൊണ്ട് അവിടെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ഇവർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഏരിയയും ആ ഒരു അറ്റ്മോസ്ഫിയറും. അതിലിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്ക്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കൊള്ളാല്ലേ? നല്ല രസമല്ലേ കാണാനായിട്ട്? ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഇതിലും രസമുള്ള സ്ഥലങ്ങളുണ്ട്. ഇവർക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലമുണ്ടോ, സൂപ്പർ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിനിങ്ങനെ കുറെ ദൂരം നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ഇതിന്റെ അവസാനം എൻഡ് വരെയൊന്നും ഞാനും പോയിട്ടില്ല. കുറേ ദൂരം നടന്നു കഴിയുമ്പം സെയിൻസ്ബറി അങ്ങനെയുള്ള ഒരു ഷോപ്സിന്റെ ഏരിയ ഒക്കെ എത്തുമ്പം അത്രയാണ് മാക്സിമം ഞാൻ പോയിട്ടുള്ളൂ. ഞാനും അവിടം വരെയാണ് ഇവരെ കൊണ്ടുപോയുള്ളൂ. കാരണം അതിന്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് എത്ര ദൂരം ഉണ്ടെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എവിടം വരെ ഉണ്ട്, എങ്ങനെ തിരിച്ചു വരെ, ഈ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ സാധാരണ പോകുന്നിടത്ത് വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്കണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കടിത്തുമ്പ ഇല്ലേ, അതുപോലെയുള്ള കടിത്തുമ്പയുണ്ട്. ഇത് ഭയങ്കര ചൊറിച്ചിലാണ്. ഈ മേത്ത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരോട് അതൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അവരും സൂക്ഷിച്ചാണ് നടക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ബെറീസ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതൊക്കെ പറിച്ചും തിന്നും ഒക്കെയാണ് ഞങ്ങൾ പോയത്. ഇത് കണ്ട് ഈ പാലത്തിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ജോസൂട്ടിന് ഭയങ്കര പേടിയാണ്. ജോസൂട്ട് എൻ്റെ അടുത്ത് പറയാം, അമ്മ വെള്ളത്തിന്റെ അടുത്തൂടെ നടക്കല്ലേ. അവനങ്ങനെ നമ്മൾ അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രകമ്പനം, മീൻസ് ഒരു എക്കോ പോലെയൊക്കെ കേൾക്കില്ലേ. ജോസൂന് അതൊക്കെ ഭയങ്കര പേടിയാണ് ഇപ്പോഴും. ഇവിടെയുള്ള ഈ വീടുകളുണ്ടല്ലോ, ഈ കനാലിന്റെ സൈഡിലുള്ള വീടുകൾക്കൊക്കെ അവർ ബാക്ക് യാർഡിൽ ഇങ്ങനെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് വന്നിരുന്ന് രണ്ടെണ്ണം അടിക്കാനും സൊറ പറയാനും ഒക്കെ. അതൊക്കെ നല്ല രസമാണ്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ വീടുകളൊക്കെ. പിന്നെ ഇവിടെ കുറെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും വീടുകളുടെ ഒക്കെ പുറകില് ആ ഭാഗത്തുള്ള വീടുകളുടെ കേട്ടോ 2-3 വീടിന്റെ ഇപ്പൊ ഞാൻ കണ്ടു. എല്ലാം ഹൗസ് ബോട്ടുകളുണ്ട് അവർക്ക്. ചെറിയ ചെറിയ ഹൗസ് ബോട്ടുകൾ, നമ്മുടെ നാട്ടിലെ പോലെ വലുതൊന്നുമല്ല, ചെറിയ ഹൗസ് ബോട്ടുകൾ. ഞങ്ങൾ ഈ കയറി പോകുന്ന വഴിയുണ്ടല്ലോ, ആക്ച്വലി ഇത് അതിന്റെ ഭാഗമല്ല കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയുടെ കണ്ടിന്യൂഷൻ അല്ല ഇത്. ഇത് വേറെ ഇങ്ങോട്ട് പോകുന്ന ഒരു ഇടവഴി കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കാം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമെന്നും പറഞ്ഞ് ഞങ്ങൾ കയറിയത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഇപ്പൊ സമയം കണ്ടോ, വൈകിട്ട് 6:15 ഇവിടുത്തെ സമയം. ഇപ്പോഴും നല്ല സൺലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ബിജുവേട്ടനും പിള്ളേരും ഒക്കെ നടന്നു മടുത്തു കേട്ടോ. ബിജുവേട്ടനാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഇതിന്റെ ഇടയ്ക്കൂടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഓരോ സ്റ്റെപ്പ് കാണുമ്പോഴും ചോദിക്കും, ഇതിനകത്തൂടെ കയറിപ്പോയാലോ, ഇതിനകത്തൂടെ കയറിപ്പോയാലോ. ആശാനും എടുത്തു നടന്നിട്ട് ഞാനും പിള്ളേര് നിർബന്ധിച്ച് അങ്ങ് ചെയ്യിപ്പിക്കുവാണ്. പിള്ളേർക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നടക്കാൻ വയ്യ, അതാണ് അവസ്ഥ. കുറെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഒരു ബാധ്യതയായി. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇതിനകത്തങ്ങ് പോകാന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കൂടി അങ്ങ് ന്യൂട്രലായിട്ട് അങ്ങ് കൊണ്ടുപോയി. ഇതുണ്ടോ, ഇവര് സൈക്കിളിന് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മരത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന പെട്രോള്. ഇങ്ങനെയൊക്കെ ഓരോ പൊട്ടത്തരവും കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവരൊന്ന് ഉന്തി തള്ളി ഇതങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇറങ്ങി വീട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ രണ്ടുപേരും അങ്ങ് മടുക്കും. പിന്നെ ഈ സ്കൂട്ടർ മേടിച്ച പിന്നെ വലിയ മടുപ്പൊന്നുമില്ല. എന്നാലും ആശാനും ആശാത്തിക്കൊക്കെ ഒരു മടുപ്പാണ് കുറച്ചു ദൂരം പോയി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് മുന്നോട്ടില്ല നടക്കാൻ.
അപ്പോൾ നമ്മളിപ്പോൾ നടന്നു വന്ന വഴിക്ക് തന്നെ 2-3 പാലങ്ങൾ നമ്മളിങ്ങനെ കണ്ടു കേട്ടോ. ഈ പാലങ്ങളെല്ലാം തന്നെ റെയിൽവേയുടെ ബ്രിഡ്ജസ് ആണ്, ട്രെയിൻ പോകുന്ന ബ്രിഡ്ജസ് ആണ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്ന സമയത്താണെങ്കിൽ ഭയങ്കര കിടുക്കമായിരിക്കും താഴേക്ക് സൗണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഈ കനാലിൽ കൂടെ കുറച്ചും കൂടെ ക്രൗഡഡ് സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഇനി ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ കുറേ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള അത് നിർത്തിയിട്ടേക്കുന്ന സ്ഥലം. കുറേ ഹൗസ് ബോട്ടുകളുണ്ട്. വിൽക്കാനാണോ അതോ ഇനി ആരുടെയെങ്കിലും എന്തെങ്കിലും കമ്പനി ആണോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അവിടെ എപ്പോഴും ഒത്തിരി ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ പോവുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു സ്വാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ 2 പേർക്ക് ആ സ്വാനെ വെള്ളത്തിലോട്ട് ഇറക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ ശരിക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അത്ര കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ പിള്ളേരെ അധികം അങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് വിട്ടില്ല. ഇവിടെ നിറച്ച് ഇങ്ങനെ താറാവും അരയനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എല്ലാത്തിനും നല്ല സൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബിജുവേട്ടൻ പറയുമായിരുന്നു, ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ നടക്കണം, നാട്ടിലും എല്ലാം ആണെങ്കിൽ തട്ടിപ്പൊത്തി സജ്ജിക്കകത്തിട്ട് കൊണ്ടേക്ക് അറിയായെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും പാടില്ല. എല്ലാത്തിനും റൂൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി ഒരു പൂ പറിക്കാൻ പോലും നമ്മൾ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ റീസണും കാര്യങ്ങളും എന്തൊക്കെയോ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് നമ്മൾ പൂ പറിച്ച് ഇങ്ങനെ കളയില്ലേ, നമ്മൾ നടക്കും, അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ ജീവികളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ കാവറിച്ച് കൊണ്ടുവരുവാണ് വിജയേട്ടൻ. എന്നിട്ട് ഇത് തിന്നാൻ പറ്റുന്നതാണോ എന്ന് എന്നോട്. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇവരെന്നിട്ട് കടിച്ചൊക്കെ നോക്കി. ഇതുവരെ വിജയേട്ടന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ കഴിക്കാൻ പറ്റുന്നതാകുമെന്ന് വിചാരിക്കുന്നത്. ചെറിയൊരു മധുരവും ചവർപ്പും ഒക്കെ ഉള്ള ഒരു കായായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഇടവഴിയും ഇതുപോലെയൊക്കെ അല്ലേ. എനിക്ക് ശരിക്കും അങ്ങനെ ഫീലിംഗ്. ഞാൻ ഇതിൽ വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഇത് ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ. പണ്ട് ഞാനമ്മയുടെ കൂടെ ഞാൻ പുല്ല് കുറയ്ക്കാനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനത്തെ വഴിയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഈ വഴി ചെന്നെത്തുന്നത് ഒരു വലിയ സയൻസ് ബറിയിലേക്കാണ്. ഇത് സൈഡിലൂടെയുള്ള വഴി ആയതുകൊണ്ടാണ് ഇങ്ങനെ. നേരെ വേറെ എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുന്നിൽ ചെന്ന് വായും പൊളിച്ച് നിൽക്കുവാണ്. ബിജു ചേട്ടന് ചെടി മേടിക്കണം പോലും മേടിപ്പിച്ചില്ല ഞാൻ. കാരണം നമ്മുടെ വീട് ഓൾറെഡി കുഞ്ഞിതാണെങ്കിൽ അതൊന്നും വെക്കാനുള്ള സ്ഥലമില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് വീണ്ടും ഒരു മരത്തിൽ ആരോ ഊഞ്ഞാൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇരുന്ന് കുറച്ച് നേരം ആടി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇവരൊക്കെ കഴിക്കുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ പിയർ ഫ്രൂട്ട് വാങ്ങിച്ചായിരുന്നു, അത് കഴിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കണ്ടോ തിരിച്ചു വന്നപ്പോൾ വണ്ടി എൻ്റെ കയ്യിൽ മടുത്തു. എല്ലാവരും മടുത്തു. വണ്ടി ഞാൻ ചുമക്കണം. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കണ്ട പോയപ്പോഴുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഒരാൾക്കും ഇല്ല. വിവിയനെയൊക്കെ നോക്കിക്കേ, മടുത്തോള്. നമ്മൾ നടന്ന് തിരിച്ചു പോകാറായപ്പോഴത്തേക്കും നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരോട് 2 പേരോടും ജാക്കറ്റൊക്കെ എടുത്തിട്ട് തലയൊക്കെ കവർ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ സൈക്കിൾ ഇവർ സ്കൂട്ടർ അങ്ങ് ഓടിക്കുമ്പോഴത്തേക്കും അത് കാറ്റ് തടങ്ങി പോകും. പിന്നെ പോയി വരുന്ന വഴിക്ക് നമ്മൾ നല്ല നല്ല പൂക്കളൊക്കെ കണ്ടുകിട്ടും. ഇവിടെ ഒത്തിരി പൂക്കളുണ്ട്. ഇപ്പോൾ സീസൺ അതാണ്. എന്നാലും നല്ല ഒത്തിരി രസമാണ് നമുക്ക് കാണാനായിട്ട്. ഒത്തിരി നല്ല കളർഫുൾ പ്ലേസസ് ആണ് ഇപ്പോൾ. എല്ലായിടത്തും പൂവും കായും ഒക്കെ ആയിട്ട്. അപ്പോൾ അതായത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ചുമ്മാ ഓടി കിടക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ പിള്ളേർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബേസിക് കാര്യങ്ങളാണ്. കാര്യം നമ്മുടെ കൂടെയാണ് അവർ വരുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ വേണം അവർക്ക് കാണിച്ചു കൊടുക്കാനല്ലോ. അപ്പോൾ വരുന്ന വഴിക്ക് ആപ്പിൾ കായ്ച്ച് നിൽക്കുന്നുണ്ട്, നിറച്ച് കായ്ച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.